ഇത്തവണ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ട്രോളുകളുടെ പെരുമഴ തുടങ്ങിയിരുന്നു. ആദ്യം ട്രോളുകൾ ഏറ്റുവാങ്ങിയത് മുൻ പാക് താരം ഇൻസമാമുൽ ഹക്കാണ്. മറ്റ് ക്രിക്കറ്റ് ബോർഡുകളെല്ലാം IPL ബഹിഷ്കരിക്കണമെന്നായിരുന്നു ഇൻസമാമുൽ ഹക്കിൻ്റെ ആവശ്യം. പാക് താരത്തിൻ്റെ പ്രസ്താവന ക്രിക്കറ്റ് ലോകം ചിരിച്ചു തള്ളി. മാത്രമല്ല, ഈ പ്രസ്താവന നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇൻസമാമുൽ ഹക്ക് എയറിലായി. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കുകയായിരുന്നു പാക് താരം ഹസൻ അലി. PSLന്റെ ക്വാളിറ്റി നന്നായാൽ ആളുകൾ IPL കാണുന്നത് നിർത്തുമെന്നായിരുന്നു ഹസൻ അലിയുടെ പ്രസ്താവന. ഹസൻ അലിയും ഏറെക്കാലം എയറിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് ട്രോളുകളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറി. സെഞ്ചുറി നേടിയ താരത്തിന് നൽകിയ ഹെയർ ഡ്രയർ സമ്മാനവും ഗ്രൗണ്ടിലെത്തി PSL കാണുന്നതിനിടയിൽ ഫോണിൽ IPL കാണുന്ന ആരാധകനും PSL കാണാനെത്തി ഉത്തരക്കടലാസ് പരിശോധിക്കുന്ന അധ്യാപികയുമെല്ലാം ചിരി പടർത്തുന്ന നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ഏറ്റവും ഒടുവിൽ പാക് ക്രിക്കറ്റിലെ പ്രധാന താരങ്ങളിൽ ഒരാളായ ബാബർ അസമും ട്രോളിന് ഇരയായിരിക്കുകയാണ്. ബാബറിനെ ട്രോളിയിരിക്കുന്നത് PSLൽ കളിക്കുന്ന ഒരു ഇംഗ്ലീഷ് താരം കൂടിയാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. സംഭവം ഇങ്ങനെ: ഇത്തവണ PSLൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ഇംഗ്ലീഷ് താരം സാം ബില്ലിങ്സ് ആണ്. ലാഹോർ കലന്തേഴ്സ് താരമായ സാം ക്വറ്റ ഗ്ലാഡിയേറ്റേഴ്സിനെതിരെ 19 പന്തിലാണ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. മറുവശത്ത് ഈ സീസണിലെ ഏറ്റവും വേഗത കുറഞ്ഞ അർദ്ധ സെഞ്ചുറി തികച്ചത് പാക് താരം ബാബർ അസമാണ്. പെഷവാർ ജാൽമിയുടെ ക്യാപ്റ്റനായ ബാബർ അസം ഇസ്ലാമാബാദ് യുണൈറ്റഡിനെതിരെ 47 പന്ത് നേരിട്ടാണ് അർദ്ധ സെഞ്ചുറി തികച്ചത്. ഇക്കാര്യം സൂചിപ്പിച്ച് ഒരു ക്രിക്കറ്റ് പേജ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് അതുപോലെ തന്നെ സ്റ്റോറിയാക്കി മാറ്റിയാണ് സാം ബില്ലിങ്സ് ബാബറിനെ ട്രോളിയത്. ബാബർ നേടിയ നാണക്കേടിൻ്റെ റെക്കോർഡ് ട്രോൾ ചെയ്യപ്പെട്ടത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷങ്ങളെ തുടർന്ന് PSL പാതി വഴിയിൽ നിർത്തിവച്ചിരുന്നു. മെയ് 7-ന് നിർത്തിവെച്ച PSL മെയ് 17 മുതൽ വീണ്ടും ആരംഭിക്കുകയാണെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മുഹ്സിൻ നഖ്വി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 25-നാണ് ഫൈനൽ. 6 ടീമുകളാണ് PSLൽ കളിക്കുന്നത്. ഇനി ഫൈനൽ ഉൾപ്പെടെ 8 മത്സരങ്ങളാണ് ലീഗിൽ അവശേഷിക്കുന്നത്. ഈ മത്സരങ്ങളിൽ ലീഗ് ഘട്ടത്തിലെ 4 മത്സരങ്ങൾ റാവൽപിണ്ടിയിലും പ്ലേ ഓഫ് മത്സരങ്ങളും ഫൈനലും ലാഹോറിലും നടക്കും. PSL വീണ്ടും ആരംഭിക്കുമ്പോൾ ടീമുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിദേശ താരങ്ങളുടെ ലഭ്യതയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പല വിദേശ താരങ്ങളും PSLലേക്ക് ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല. ഇത് ടീമുകളുടെ ബാലൻസിനെയും ലീഗിനെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ചില ഫ്രാഞ്ചൈസികൾ മാത്രമാണ് തങ്ങളുടെ വിദേശ താരങ്ങൾ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഈ സീസണിൽ മാത്രമല്ല, ഇനിയുള്ള സീസണുകളിലും വിദേശ താരങ്ങൾ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ എത്തുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനായി പകരക്കാരെ ടീമിലെടുക്കാൻ PCB വീണ്ടും ടീമുകളെ അനുവദിച്ചേക്കും. മറ്റൊരു കാര്യം, ബംഗ്ലാദേശിന്റെ പാകിസ്ഥാൻ പര്യടനം നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ഇനി നടക്കില്ല എന്നതാണ്. മെയ് 25-നാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യ T20 മത്സരം കളിക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ ദിവസത്തിൽ തന്നെയാണ് PSL ഫൈനലും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് T20 മത്സരം നടക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. ഈ പര്യടനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു. മെയ് 25 മുതൽ ജൂൺ 3 വരെ ഫൈസലാബാദിലും ലാഹോറിലുമായി 5 T20 മത്സരങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ നടക്കുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്.